ഈ റെസിപ്പി ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ടും നമ്മുടെ ബിഗിനേഴ്സിനായിട്ടാണ് കേട്ടോ ഈ റെസിപ്പി. കൂടുതൽ മുള്ളില്ലാത്ത മീനാണ് കേട്ടോ ഇതിനെടുക്കുന്നത്. ഇത് നമ്മുടെ ഫിഷ് മോളിയാണ്. കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവേ. ഓവറായിട്ട് മസാല തേൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ആ പാനിലേക്ക് തന്നെ ഓൾ സ്പൈസസ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് കളർ ചേഞ്ച് ആകാത്ത രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്ത് അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. ശേഷം അതിലേക്ക് സവോള കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാവേ. സവോള കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ മസാല പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവയാണ് ചേർക്കേണ്ടത്. ഇത് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഈ കളറ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബോക്സിൽ തേങ്ങ വാങ്ങി സൂക്ഷിക്കാറാണ് കേട്ടോ പതിവ്. അപ്പം തേങ്ങാപ്പാൽ അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു കളറാണ് കിട്ടുന്നത്. ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിന് മുകളിലേക്ക് നമ്മുടെ മീനൊന്ന് വെച്ച് കൊടുത്ത് ഒന്നുകൂടി മൂടി വെച്ചൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാല ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ ഒരു വീഡിയോ ഞാൻ എടുത്തത് മിസ്സായി പോയിട്ടുണ്ട്. ശേഷം അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും കമൻറ്റ് ബോക്സിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണേ.